എന്തെല്ലാം കാണിക്കേണ്ടി വരുമല്ലോ. ഇതിനിടയ്ക്ക് ഒരു കളവന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായി അല്ലേ? വാവ്, Look at that, guys. പ്ലേറ്റ് വെച്ചാടിയില്ലേ വീണുണ്ടാ? അതാണ് നല്ല. ഓ ചീസ് കൊറേ ഊരിച്ചിട്ടാ. റിച്ച് ചീസ്. ഈ രണ്ട് വലിയ പീസിലാ. നമ്മളെ ചിക്സിൽ ഇന്ന് പുതിയൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടാ. ചിക്സ് കഫേ. എങ്ങനെയുണ്ട് പേര്? അടിപൊളി പേര്. ഇങ്ങോട്ട് കാണിക്കടാ പേരെങ്ങനെ? അടിപൊളി. നീലേശ്വരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് എപ്പ അറിയാൻ തുടങ്ങി? ഞാൻ അച്ഛൻ പറ അതാ ശരിക്കും പറഞ്ഞ പ്രശ്നം. നമ്മൾ അറിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനത്തെ സംഭവം ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. സ്ട്രീമിങ്ങിൽ ഇപ്പം കിങ് ആയിട്ട് നിൽക്കുന്നത് നാടൻ വിഷയത്തിലുമുണ്ട്. നാടൻ നമ്മളെ നീലേശ്വരം ഭാഷയിൽ വിഷയം പറഞ്ഞാൽ മതി. അച്ചടി ഭാഷ വരണം. എനിക്ക് ചിലപ്പോ അച്ചടി ഭാഷ വരും കേട്ടോ. ഉണ്ട് നാടൻ വിഷയത്തിലുമുണ്ട്. എങ്ങനെ നല്ല പാണ്ട് എന്ന് വെച്ചാ പേരും നിങ്ങളെ ഈ തീമയെ കുറച്ച്. ഞാൻ ചോദിക്കട്ടെ, പൊതുവെ നീലേശ്വരം ഏകദേശം എത്ര മണിക്ക് ഉറങ്ങും? നീലേശ്വരം ഞാൻ വന്നില്ല. ഞാൻ ഇത്രയും കാലം കൊച്ചിയിലുണ്ടായതാണ്. അപ്പൊ രാത്രി നൈറ്റ് ലൈഫിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് നിരാശപ്പെട്ട് പണ്ടാറടങ്ങിയിട്ട് പോയിട്ടുണ്ട്. 7 മണി കഴിഞ്ഞാൽ നീലേശ്വരം ഉറങ്ങി എല്ലാം അടച്ചു കൂട്ടി. 12 മണി വരെ ഉണ്ട്. ശരിക്കും 12 മണി വരെ ഓപ്പൺ. 12 മണി വരെ വന്നാൽ എന്ത് ഐറ്റംസ് കിട്ടും ശരിക്കും. ഞാൻ നമുക്ക് ആനങ്ങാട് വരെ പോകുന്ന ആൾക്കാരുണ്ട്. എല്ലാം അടച്ചു കൂട്ടിയപ്പോഴത്തേക്ക് 8 മണി ഇത് ഇവിടുത്തെ വെറൈറ്റി സാധനം മാത്രമാണ്. ചോറ് എന്തായാലും കഴിക്കും. അതിന് മുമ്പിൽ നിർത്തിയിട്ട് നമ്മൾ കഴിക്കാം. ഞാനും കൂടാം. ഇത് നമ്മളെ സ്പെഷ്യൽ പിസ്സ ആണ് കേട്ടോ. പിസ്സന്റെ ഇതിടാലോ. ഈ പിസ്സക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പക്ഷെ ഇവിടെ ഇവിടെ സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. നീലേശ്വരല്ലോ ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടും കൂടി ഇല്ല. എന്നുവെച്ചാൽ ഞാൻ വന്നിട്ടുണ്ട് പരിധിയിട്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ശരിക്കും കുടിച്ചോ കുടിച്ചോ. പ്ലേറ്റ് തരാം. ഓക്കെ, നല്ല ചൂടുണ്ട്. വാവ്, Look at that, guys. പ്ലേറ്റ് വെച്ചാടിയില്ലേ വീണുണ്ടാ? അതാണ് നല്ല. ഓ ചീസ് കൊറേ ഊരിച്ചിട്ടാ. റിച്ച് ചീസ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ പിസ്സന്റെ സാധാരണ എല്ലായിടത്തും പിസ്സ ഉണ്ടാക്കല് ഇതിന്റെ ബേസ് റെഡിമെയ്ഡ് ആയിരിക്കും. റെഡിമെയ്ഡ് അല്ലേ? പക്ഷെ ഈ സാധനം ബേസ് അടക്കം ഇടുന്നുണ്ടാക്കുന്നത് ഇവിടെ തന്നെ നമ്മളെ ഷെഫ് 10-20 കൊല്ലം UAE വർക്ക് ചെയ്തതാണ്. ഷോർട്സിന്റെ ആള് മറ്റാണ്. ഓനെ വിളിച്ച ഉസ്മാനെ വിളിച്ചേ, ആസിഫിനെ. ജ്യൂസ് മേക്കർ കൊടകിലാണ്. പൂച്ചക്കണ്ണ് ആള് സംതിങ് സ്പെഷ്യൽ. അറിയാം പിന്നെ മാനേജർ ചെറിയ കണ്ട് പിസ്സാടി കഴിച്ചോക്ക്. പിസ്സ എങ്ങനെയുണ്ട്? സീസാണ്. കൊറേ നാളായി കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് നമുക്കൊരു ഒതന്റിക് ടേസ്റ്റ് ഒന്നുള്ള സാധനം കിട്ടിയിട്ടില്ല. സത്യം പറയുക. അതെടുക്ക്, എല്ലാവർക്കും കൂടെ കഴിക്കാം. ചീസ് ഉണ്ടല്ലോ ഞാൻ ബിലീന്ന് തീരുന്നില്ല ബെൽഗിറ്റ്. എങ്ങനെ സ്ട്രീമിങ്ങിലേക്ക് എങ്ങനെ എത്തിയ അത് കഴിച്ചിട്ട് പറഞ്ഞാൽ സ്ട്രീമിങ്ങിലേക്ക് എത്തിയത് എങ്ങനെ എത്തി? പണ്ടത്തിലെ ഗെയിംസ് കളിക്കും. ഫ്രീ ടൈമിൽ ചെയ്യാൻ ഇഷ്ടമുള്ള സാധനം ഗെയിംസ് ആണ്. അടുത്ത നമ്മൾ ഈ കഫേ സ്റ്റാർട്ട് ചെയ്ത് വെച്ചെങ്കിൽ ഈ ഒരു റോളിന്റെ പേരിലാണ്. ഈ ഒറ്റൊരു റോള് മാത്രം സെയിലാക്കുക എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. റോളിന് തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഭയങ്കര ആളാണ്. ഇതില് ജംബോ റോൾ എന്ന് പറയും. സാധാരണ ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, ഇത് മിക്സ് ആണ്. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, അതുപോലെ ഓംലെറ്റ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ലോഡഡ് ആണ്.
എന്ന പേര് ജംബോ. ഇത് കിടു റോള് എന്ന് പറയും. കിടു റോള് വേറൊരു പേരുണ്ട് ഇനി ശരിക്കും. അത് പറഞ്ഞാ നീ ചിരിക്കും. ഈ ബാംഗ്ലൂരിൽ കുടു റോള് എന്നാ പറയല്. ശരിക്കും നമ്മളെ നാട്ടിലവിടെ ചിരിക്കും. അതിന് നമ്മുടെ കിടു റോളാക്കി. പക്ഷെ ആ പേര് പറഞ്ഞെങ്കിലും ചിലപ്പോ പല രീതിയിലുള്ള അതുകൊണ്ട് നമ്മ കിടു റോളാക്കി. കുടുറോള് കുറച്ച് ക്യൂട്ടാണ്. അതാണ് അതിന്റെ പേര്. പക്ഷെ നമ്മ പേര് ശരിക്കും പേര്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചെറിയ സ്പെല്ലിങ് മാറ്റുന്നില്ല. പിന്നെ നെയ്ച്ചോറ് പള്ളിക്കറി. പള്ളിക്കറി ഇല്ലെങ്കിൽ പിന്നെ തെറ്റാവില്ല. എടുക്കാലോ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കും. ബാക്കി വീട്ടിൽ കൊണ്ടുപോവാ. എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെച്ചാലേ അല്ലെങ്കിൽ സ്ട്രീമിംഗിലേക്ക് വന്നാറാ. അത് തിന്നിട്ടേ പറയൂ. തിന്നിട്ട് പറഞ്ഞാൽ മതി. അവിടെ ഇവിടെ ജനകീയ ഹോട്ടലില്ലേ, എന്റെ ഇളയപ്പന്റെ ഹോട്ടല്. അതാ നീ ഇന്ന് വീഡിയോ ഇട്ടേല് കണ്ടതല്ലേ? പിള്ളേർ വന്നേല് ഓർച്ചാൽ അങ്ങോട്ടും ആനച്ചാല് അവിടെ നമുക്ക് ഒരു ദിവസം പോകണം. ഒരു ദിവസം പോയി നോക്ക്. അവിടെ മറ്റേ ജനകീയ ഹോട്ടല് മറ്റേ 30 ഉറുപ്പ്യന്റെ ചോറില്ലേ? മനസ്സിലായി. പക്ഷെ മലയാളീസില് ലേഡീസില് സ്ട്രീമിന് നീ മാത്രമല്ലേ പോകും? കുറെ പേരുണ്ട്, കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ പണ്ട് ഏറ്റവും ആദ്യം ഒരു ഏച്ചി ഉണ്ടായിട്ടില്ലോ, ഓരിപ്പോ നിർത്തി. ഓർ ഇൻസ്പയർഡ് ആയിട്ടാണ് എന്നെ പോലെ തന്നെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടാവുക. ആദ്യം വന്ന സമയത്ത് ഞാനും വേറെ കുറച്ച് ആൾക്കാർ ബ്രൈറ്റ് ഫോക്സിന് അറിയാം. ബ്രൈറ്റ് ഫോക്സ് ഒക്കെ മുമ്പേ ഉണ്ടായിന്. പക്ഷെ പുള്ളിക്കാരി ഫ്രീ ഫയർ, GTA അങ്ങനത്തെ സാധനങ്ങളാണ് ചെയ്തോണ്ടായിരുന്നത്. ഞാൻ PUBG. ഇപ്പോഴും കളിക്കും. കളിയില്ലാണ്ട് നിൽക്കാൻ പറ്റില്ല. അതാണ് നമ്മളെ മെയിൻ പരിപാടി. സ്ട്രീമിങ്ങില് ലൈവില് കുറെ ആൾക്കാർ വന്നിട്ട് ചിലപ്പോ വൾഗറായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ വീഡിയോ എല്ലാം കണ്ടിന് ഞാൻ. വീട്ടില് പ്രശ്നമൊന്നും ഉണ്ടാവും. എന്തിനാണ് അങ്ങനത്തെ നിൽക്കുന്നത്, പെണ്ണല്ലേ, ഒരു അഗൈനിസ്റ്റ് ആയിട്ടുള്ള ടോക്ക് വരുത്തുണ്ടോന്ന് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ലൈവിലും ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു 4-5 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതൊന്നും ചോദിച്ചിട്ടുണ്ട്. എന്നെ അറിയുന്ന ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചെയ്തു വെച്ചാല്, ലൈവ് സ്ട്രീമിന്റെ ഇടയ്ക്ക് പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മൾ സ്ട്രീമിൽ വരാം. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ആരെന്തൊക്കെ പറയാൻ പോകുന്നു. അപ്പം എനക്ക് എന്റെ വീട്ടിൽ എന്റെ അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു. അപ്പൊ അമ്മയാണെങ്കിൽ ഞാനും ഭയങ്കര ക്ലോസ് ആണ്. ഭയങ്കര ഫ്രണ്ട്സ് പോലെയാണ്. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഞാൻ അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യം എന്ത് തോന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ നല്ലോണം പറയുകയും ചെയ്യും. തിരിച്ച് നല്ല ഇതൊക്കെ എന്റെ അമ്മ ലൈവില് കാണുന്നുണ്ടാവും. എന്റെ അമ്മ എന്റെ എല്ലാ ലൈവും കാണും. അതിനകത്ത് ചാറ്റിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അപ്പം പുള്ളിക്കാരി വാസ് ലൈക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്റെ കൂടെ വന്നിട്ട് ആ പുള്ളിയുടെ ചീത്ത പറയോ അല്ലെങ്കിൽ വഴക്ക് പറയും. അല്ലാണ്ട് എന്നോട് അത് ചെയ്യണ്ടെന്ന് പറയൂല. കാരണം അമ്മക്ക് ഞാൻ എങ്ങനെയാന്ന് എന്താന്ന് പറയാം. അപ്പൊ എനിക്ക് ബിഗിനിങ് മുതലേ എന്നെ ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം വന്നോട്ട് നിർത്താൻ പറയൂല. അത് കണ്ടിന്യൂ ആണെന്നേ പറയുള്ളൂ. വേറെ കാര്യം ചെയ്യട്ടാ, ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് ചിലപ്പോ ഒന്നും അല്ലാത്ത ടൈമില് നിന്നിപ്പോ കുറച്ച് ആൾക്കാരൊക്കെ അറിയുന്നുണ്ട്. ആരും അറിയാത്ത ടൈമില് വളർത്തിയ കുറെ ആൾക്കാരുണ്ടാവില്ലേ? എത്ര പേരുണ്ട്? അവരൊക്കെ ഇപ്പൊ ബാക്കിൽ വരുന്നുണ്ടാ? എനിക്ക് റിയൽ ലൈഫിൽ ഫ്രണ്ട്സ് ഭയങ്കര കുറവാണ്. എന്നുവെച്ചാൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അന്നേരം കോളേജ് പഠിക്കുന്ന സമയത്ത് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയതാണ്. അന്നേരം ഇതേ ഡയലോഗ് എന്റെ അടുത്ത് കുറെ ആൾ ചോദിച്ച് പറയുന്നു, എനിക്ക് വേറെ പണിയില്ല, ഗെയിം കളിച്ച് നടക്കാൻ വേണ്ടി ഇതെല്ലാം പറഞ്ഞു. അവരായിട്ട് ഞാനിപ്പോ നിലവിൽ കോണ്ടാക്ട് ഇല്ല. ഡാം ഷുവർ അവരെല്ലാവരും കാണുന്നുണ്ട്. എന്തായാലും അവരെല്ലാം കാണുന്നുണ്ടാവും. അതുകൊണ്ട് അവരെല്ലാം എന്നെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അറിയുന്നോണ്ട് കാണുന്നുണ്ട്. സോ ഞാൻ അവരുടെ അടുത്തേക്ക് പോയിട്ടില്ല. കുറെ ആൾക്കാർ അന്നേരം എന്റെ അടുത്തും ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ ഇപ്പൊ എന്റെ അടുത്തും ഉണ്ടെന്നെല്ലാം ഉണ്ട്. അത് ചിലപ്പോ വേറെ എന്തെങ്കിലും കണ്ടിട്ട് വരുന്നതായിരിക്കും. പക്ഷെ ആ ആൾക്കാരായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. അറിയാം അവരെന്തിനാ വരുന്നതെന്ന്. നാട്ടുകാരെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ടും അവരെ വലിയ മൈൻഡാക്കിയില്ല, ഇപ്പോഴും വലിയ മൈൻഡാക്കുന്നില്ല. എന്താ വെച്ചാല് ഞാൻ ഒരു അച്ഛൻ ഇല്ലാണ്ട് വളർന്നൊരു പെൺകുട്ടിയാണ്. അപ്പൊ ചെറുപ്പം മുതലേ എന്റെ അച്ഛന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആന്റി എല്ലാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണൂരെല്ലാണ്, ബാംഗ്ലൂരും കണ്ണൂരെല്ലാണ്. അപ്പൊ അവരെന്തായെന്ന് വെച്ചാല് എനക്ക് ഇത് ചോദിച്ചോക്കൂറ, അവരൊക്കെ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരും. അപ്പൊ അന്നേരം മുതലേ അവർക്ക് എന്നെ കണ്ടുവിടാം എന്റെ നാട്ടുകാർക്ക്. അതുകൊണ്ട് ഇപ്പൊ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അവർക്ക് എന്നെ ഇഷ്ടം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷെ കുറെ നല്ല ആൾക്കാരും ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഭയങ്കര സ്നേഹം തരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ കണ്ടിട്ടാന്ന് പറയാൻ കഴിയാം. അതുകൊണ്ട് ഇപ്പൊ കുറെ നാട്ടുകാർക്ക് എന്നെ അറിയുന്നുണ്ടായിട്ട് അവർക്ക് ഇപ്പൊ എന്നെ കുറെ ഒക്കെ അറിയാം. ഇവരെ തൊട്ടടുത്താൽ ഞാൻ ഇല്ലേന്ന് പോലും അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. എനിക്കിപ്പോ അവർക്ക് എനിക്ക് അവരും അറിയാം. ഇപ്പൊ അത്രേ ഉള്ളൂ വ്യത്യാസം. ഇപ്പൊ ഞാൻ ഓരോ സമയത്ത് ഓരോ സ്ഥലത്ത് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഓരോ നാട്ടിലത്തെ ആൾക്കാർ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ചെമ്പൻകുന്ന്.
പിന്നെ മടിക്കൈ അല്ലെങ്കിൽ ചോയങ്കോട് അല്ലെങ്കിൽ കണ്ണൂർ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആടെല്ലാം നാട്ടുകാരെ കണ്ട് പരിചയം. കഴിച്ചോക്കറ ഒരു ബൈറ്റ് എടുത്ത്. ഇതിലും ഉണ്ട് മറ്റേ ചിക്കൻ, ബീഫ്, എഗ് എല്ലാം ഉണ്ട്, ഫ്രൈസും ഉണ്ട്. എനിക്ക് ബിഗ്ഗിനെ കൊണ്ട് എന്റെ മൗത്തിൽ പിടിക്കോട്ട് ഞാനിങ്ങനെ ഇതിന് എത്ര റേറ്റ് ഇടാം നിന്റെ ഒരു അഭിപ്രായത്തിൽ? ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. സാധാരണ ഒരു റോളിന് കുബൂസ് അല്ലെങ്കിൽ പൊറോട്ട യൂസ് ചെയ്യല്, ഇത് ഉറുമാലി റൊട്ടി. എത്ര പൈസ ഇടാന്ന് പറഞ്ഞു ഈ റോളിന്? ചിക്കൻ, ബീഫ്, ഫ്രൈസ്, എഗ് എല്ലാം ഉണ്ട്, പ്ലസ് റുമാലി റൊട്ടി. ഇത്ര വലിയ സൈസ്. സാധാരണ റോളില് ക്യാബേജ് ആണ് ഇടല, പക്ഷെ ഇത് കസ്സാണ്, കസ് ലീഫ് എല്ലാം ഉണ്ട്. 200 പ്ലസ് കൊടുക്കാം അല്ലേ? ഇവിടുന്ന് എത്ര റേറ്റ് നമുക്ക് അറിയോ? 120 ആണത്. 120 ഈ രണ്ട് വലിയ പീസിനാ. അതുപോലെ നല്ല ലാഭമാണ്. ഷവർമ്മക്ക് റോളിന് തന്നെ ഉണ്ട് അത്രയും പൈസ. ഇതിലെല്ലാം ഉണ്ട്. ഇത് ബീഫ് അടക്കൂല്ലേ? ബീഫ് നല്ല ഇതായിട്ട് കുഴപ്പമായിരുന്നു. 120 ഒരു പീസിനാ. ഒരു പീസിനല്ല, രണ്ടും കൂടെ കൂട്ടിയിട്ട്. ഇതൊരു ഒറ്റ റോള് വരുന്നതാണ്, ജംബോ റോള് കട്ട് ചെയ്തിട്ട് എടുത്തത്. ഇതിന്റെ തന്നെ ചിക്കൻ മാത്രം ഉള്ളതിനാണെങ്കിൽ 60, 60. ബീഫ് മാത്രം ഉള്ളതാണെങ്കിൽ 80. ഇത് നല്ല വർത്ത. ഞാൻ ഈ സ്ഥലം നേരത്തെ അറിഞ്ഞിട്ടാ, സീരിയസ്ലി ഞാൻ കണ്ടിന്യൂ. ഇത് കഴിച്ചാല് വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരും. സ്ഥലം കിട്ടാൻ അറിഞ്ഞിട്ട് നമുക്ക് സ്ഥലം നമ്മ അത് മാത്രം തെച്ചിട്ട് ഫുൾ വൈബ് മാത്രം. നൈറ്റ് വൈബ്. പാട്ടെല്ലാം ഉണ്ട്. ഇപ്പല്ല വൈകുന്നേരം ആകുമ്പോ മുട്ടിപ്പാട്ട് അങ്ങനത്തെ എല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ നീലേശത്തിന് മൊത്തത്തിൽ മാറ്റണം. അതാണ് ഉദ്ദേശം. സത്യം. നിങ്ങൾ അതിന്റെ ഒരു തുടക്കം കൊണ്ട് നീലേശനം മൊത്തത്തിലൊന്ന് മാറണം. വീണ കണ്ട കഴിച്ചോളാം. ബിരിയാണി കഴിക്കുന്ന എന്താക്കുന്നത്? ടേസ്റ്റ് ചെയ്തെടുക്ക, കുറച്ചൊരു ഇതെടുക്ക, ബാക്കി എടുക്ക. ബീഫും കഴിക്കണം. ഇതെല്ലാം ഞാൻ എല്ലാം കഴിച്ചോ. ഇത് കുടിച്ചതോ? അതോട്ടോ, അത് കഴിച്ചോ. കുടിക്കാൻ വേറൊരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ട്. അത് കുടിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് എടുക്കാത്തത്. അത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. മെനുവിലെല്ലാം സ്പെഷ്യൽ ഐറ്റം മാത്രമേ ഉള്ളൂ. ഓപ്പൺ ആയിട്ട് 1 മാസം. ഇതിന് മുമ്പ് വേറെ നോർമൽ ഹോട്ടൽ ഉണ്ടായതാണ്, മാറ്റി ഈ ഒരു സെറ്റപ്പിലേക്ക് ആക്കി. പിന്നെ അപ്പുറത്തെ ഹൈപ്പർ മാർക്കറ്റ്, നമുക്കൊന്ന് ഈ ബിൽഡിംഗ് കുറച്ച് കഴിഞ്ഞാൽ നല്ല ഡെവലപ്പ് ആവും. ഇവിടെ ബസ് സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാല് സെറ്റ് ആവും. ബിഗ്ഗിനെ കൊണ്ട് കഴിവ് പിടിക്കാൻ കഴിയുന്നില്ല, അത്രയും ബിഗ്. ഇതാ ഒരു നെയ്ച്ചോറ് ബീഫ് കൊടുക്കും. നെയ്ച്ചോറിന് നല്ല പീസ് കഴിച്ചു കഴിച്ചു. ചൂടുണ്ടോ? നല്ല ജ്യൂസി എന്ന് പറയാം. ചിക്കൻ അല്ലേ നമ്മുടെ അടുത്തുള്ള സാധനം ഒന്നും നമുക്ക് റീഹോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഓൾറെഡി വേൽമാരിയിൽ ഇട്ടിട്ട് ഓൾറെഡി ചൂടായിക്കൊണ്ടിരിക്കും. അപ്പം ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ നമ്മ ചൂടാക്കേണ്ടി വരും അല്ലേ? ഇതെല്ലാം ഫ്രഷ് ചൂടോടെ ഉണ്ടാവും സാധനം. അത് ലൈവായിട്ട് പിന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. നീ ചോയും കൂടെ നല്ല ഇടക്ക് വിളിച്ചോ. അല്ല മിനിയാന്ന് പിസ്സ കൊണ്ട് തരട്ടേച്ച് പിസ്സ ഈ സാധനം സത്യം. നമ്മളല്ല കൊച്ചിന്ന് വന്നിട്ടുണ്ടല്ലോ, ഏറ്റവും മിസ്സായ സാധനം ഫുഡാ. നമുക്ക് ഒന്ന് പോയിട്ട് ഒന്ന് കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആവണ്ട, ഒന്ന് ഈവനിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാറ് ഇറങ്ങിയ ടൗണിൽ ഒന്നുമില്ല. നമുക്ക് കുറച്ച് നേരത്തെ തുടങ്ങണേ. നമ്മ നേരത്തെ പ്ലാൻ ഇട്ടതാണ്, പക്ഷെ നമ്മ കാഞ്ഞങ്ങാടല്ലാന്ന് പ്ലാൻ ഇട്ടത്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിന് തന്നെ ഉഷാറാക്കി എടുത്തുകൂടാന്നുള്ളൊരു ചിന്ത വന്നു. ഇത് നിങ്ങൾ കഴിക്കുമല്ലേ? ഞാൻ പാക്ക് ചെയ്യണോ? അല്ലേ? പിസ്സക്ക് ഇവിടെ എല്ലാരും 100 ആണ്. മലയാളി ഇതൊന്ന് പാർസൽ ആക്കണം കേട്ടോ. ഒന്ന് പാർസൽ ആക്കണോടാ. പിന്നെ ഒരു ഫയർ അടിക്കണേ ലാസ്റ്റ്. ചിക്കൻ കഴിക്കുമ്പോ നമുക്ക് മനസ്സിലാവും നല്ല. ഇത് കഴിക്കേ അടി അത് കൊടുക്കാം, അങ്ങോട്ടേക്ക് എടുക്കാം. ഇത് പാർസൽ ആക്കാല്ലേ?
സീരിയസ്ലി ഇത് ബിഗ് ഗൈനെ കൊണ്ടുണ്ടല്ലോ തീരുന്നില്ല തിന്നിട്ട്. 120 രൂപയ്ക്ക് നല്ല വർത്താന്നത്. അതെ സീരിയസ്ലി 120 രൂപ ആയിരിക്കും എന്താ പറയാൻ വിചാരിച്ചിട്ട്. കാരണം ഒരു ഷവർമ്മക്കുണ്ടല്ലോ പൈസ. ഷവർമ്മ കഴിച്ചാൽ നമുക്കൊന്നും ആവുന്നില്ലല്ലോ. ഫുൾ പ്ലേറ്റ് കഴിച്ചാൽ ഇത് ഹാഫ് കഴിച്ചിട്ട് എനിക്ക് വയറ് പറഞ്ഞു സത്യം പറഞ്ഞില്ലെങ്കിൽ. പുറത്തെല്ലാം ഇറങ്ങുന്ന സമയത്ത് ഫോളോവേഴ്സ് വരുന്നുണ്ട്, ഫാൻസ് ഫോട്ടോ എടുക്കാനല്ലോ. സന്തോഷമല്ലേ കാണുമ്പോ? ഉറപ്പായിരുന്നു. എന്തേ ഞാൻ ലൈവ് ഇടുമ്പോ ഈ സൈഡ് കൊടുത്തിട്ട് മാത്രമേ ലൈവ് ഇടുള്ളൂ, അങ്ങനെയല്ല. പക്ഷെ തിന്നത് തുടങ്ങിനെ കൊണ്ട് പിന്നെ ഈ ഫേസ് ഇപ്പുറം മാത്രമേ കാണിക്കുള്ളൂ, ഇങ്ങനെ ഫോട്ടോ എടുക്കുള്ളൂ എല്ലാം പറഞ്ഞിട്ട് കുറെ പ്രിഫറൻസ് ഉണ്ട്. പക്ഷെ ഫുഡ് വന്നതിനെ കൊണ്ട് എല്ലാം മാറിയെന്ന് പറയാം. പക്ഷെ ലൈവിനെ കാണുന്നതിനെക്കാട്ടും കുറച്ച് ഗ്ലാമർ ഇപ്പൊ ഡയറക്റ്റ് ആണ്. അതൊന്നുമില്ല കാര്യം, അതൊന്നുമില്ല. നോർത്ത് നിന്നെല്ലാം ലൈവില് വരത്തില്ലേ അമ്മകളില്, സീതന്നെ വിളിക്കും പച്ചക്ക്. എന്തെല്ലാം കാണിക്കണ ഒരു ഇതിനിടയ്ക്ക് ഒരു കളവന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായി അല്ലേ? അല്ലേ? അതടുത്ത സ്ഥലം വന്നു. ഇത് മറിയാം പരിപ്പറിയലുണ്ട്. ഇതിന്റെ കൂടെ കോംബോ ആയിട്ട് കൊടുക്കുന്നതാണ് നെയ്ച്ചോറ്.